ഡീസൻ്റ്ലി സ്റ്റേബിളാണ്. ഒരു ചെറിയ ലെഫ്റ്റ് സൈഡ് പുള്ളുണ്ട്, പക്ഷെ സ്റ്റേബിളാണ് കേട്ടോ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് എന്നാൽ റൈറ്റിലോട്ടാണോ പോകുന്നത്, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലോട്ടാണോ പോകുന്നത്, ഓട്ടോ ആണ് ലെഫ്റ്റ്, അതാണ്. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളിപ്പോൾ ഹോണ്ടയുടെ ബ്രാൻഡ് ന്യൂ ഷൈൻ 100 DX ആണ്. ഷൈൻ 100 ഒരു പ്രീമിയം വേർഷനാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള. അടിപൊളി ഫ്യൂൽ എക്കോണമിയുള്ള അടിപൊളി കമ്മ്യൂട്ടർ. അതിൻ്റെ ബാക്കി പ്രത്യേകത ഇതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഹാലോജൻ ഹെഡ് ലാമ്പാണ് കൊടുത്തത്. നോർമൽ ബൾബ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ല, പുതിയൊരു ക്രോം ഡിസൈൻ ലാംഗ്വേജും കൊടുത്തൊരു ടോള്, കുറച്ചുകൂടി എയറോ ഡൈനാമിക് ആയിട്ടുള്ള കൗളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പ് ഉള്ളതല്ലേ? ഈ മോഡൽ ഡിസൈൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ പഴയ മോഡൽ ഷൈൻ്റെ ഡിസൈൻ ആണോ ഇഷ്ടം? പിന്നെ ഇത് കണ്ടില്ല, കുട്ടി ടെലിസ്കോപ്പിക് ഫോക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ല, ഡ്രം ബ്രേക്സ് ആണ് ഇപ്പോഴും കൊടുക്കുന്നത്, ഡിസ്ക് ബ്രേക്ക് ഓപ്ഷൻ കൊടുക്കുന്നില്ല. സ്പ്ലെൻഡറിൻ്റെ അതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ ഡിസ്ക് ബ്രേക്ക് ആണ് കേട്ടോ കൊടുക്കുന്നത്. പക്ഷേ ഇത് കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റമാണ്, ABS വന്നിട്ടില്ല. നേരത്തെ ഒരു റൂൾ ഉണ്ടായിരുന്നു 2026 മുതൽ എല്ലാ വണ്ടികൾക്കും ABS കമ്പൽസറി ആക്കിയെന്നാണ്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് കൂടുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മാനുഫാക്ചേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് അത് കുറച്ചും കൂടി പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടോ. അതുകൊണ്ട് ഇപ്പോഴും ഈ മോട്ടോർ സൈക്കിളിന് ABS ഇല്ല, കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം. ബാക്ക് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ഉള്ള ഒരു മത്താപ്പാട്ടോ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 130 mm ഡ്രമ്മാണ് കൊടുത്തേക്കാം, ബാക്കിൽ കുട്ടി ഡ്രമ്മാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ച. പിന്നെ കണ്ട ട്യൂബ്ലെസ് ടയർ സെറ്റപ്പാട്ടോ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ടയർ നോക്കുക, കുട്ടി ടയറാണ്, 2.75 ഇഞ്ച് ടയറാണ് കൊടുത്തിരിക്കുന്നത്. എന്താണല്ലേ 17 ഇഞ്ച് തന്നെയാണ്, ട്യൂബ്ലെസ് ടയറാണ്, അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. MRF ടയറാണ്. ഇത് MRFിൻ്റെ ടയർ എവറി ഡേ യൂസ് കമ്മ്യൂട്ടിങ്ങൊന്നും യാതൊരു പ്രശ്നവുമില്ല കേട്ടോ, കുഴപ്പമില്ലാത്ത ടയറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രെയിം കണ്ടില്ലോ, ഡയമണ്ട് ഫ്രെയിം ആണ് കേട്ടോ കൊടുത്തേക്കണ്ട. എഞ്ചിനിലോട്ട് കണക്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ ലോവർ പോർഷൻ അവർ റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് കുറച്ചും കൂടി ബെറ്റർ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയാണ് കേട്ടോ. ഇത് സ്പ്ലെൻഡറിനെ കാട്ടി ഏകദേശം 9 kg ലൈറ്ററാണ്, 103 കിലോ ഇതിൻ്റെ വെയിറ്റ് ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ടാങ്കൊക്കെ വലുതാക്കി എടുക്കണ്ട, 10 ലിറ്റർ ടാങ്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്, കൂടുതൽ റേഞ്ച് കിട്ടാൻ വേണ്ടി കേട്ടോ. സ്പ്ലെൻഡറിന് വരെ 9.8 ലിറ്റർ ഉണ്ട്, അതിന് മുമ്പത്തെ ഷൈൻ 9 ലിറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നത് ഈ സ്പ്ലെൻഡറിന് കൂടുതൽ റേഞ്ച് ഉണ്ട് ഓടിക്കാൻ. ഇപ്പോൾ ഈ കമ്മ്യൂട്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് അധികം ടൈമൊന്നും പെട്രോൾ പമ്പിൽ പോകണ്ട. അപ്പോൾ പണ്ട് ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഓടും. ഏകദേശം ഇതിൻ്റെ മൈലേജ് വെച്ചിട്ട് ഏകദേശം 800 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്, 700 to 800 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നൊരു വണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് കമ്മ്യൂട്ടേഴ്സിന് കൂടുതൽ ടാങ്ക് റേഞ്ച് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുകൊണ്ട് ഈ ഹോണ്ട 10 ലിറ്റേഴ്സിൻ്റെ ഫ്യൂൾ ടാങ്ക് കൊടുത്തത്, മെറ്റൽ ടാങ്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ എഞ്ചിൻ കണ്ട ബ്ലാക്ക് ഡൗട്ട് ഒരു എഞ്ചിനാണ് കൊടുത്തത്. നമ്മുടെ സ്പ്ലെൻഡറിനൊക്കെ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ എഞ്ചിനാണ് കൊടുത്തത്. ഇത് കുറച്ചുകൂടി വേർട്ടിക്കൽ, ഇൻക്ലൈനാണ്, പക്ഷേ വേർട്ടിക്കൽ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എഞ്ചിൻ ചരിച്ച് ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബെറ്റർ ലോവർ ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് അത് ലോ സ്പീഡിൽ കുറച്ചൊരു ബെറ്റർ ഹാൻഡ്ലിംഗ് കിട്ടും കേട്ടോ. പക്ഷേ അതിൻ്റെ പെർഫോമൻസിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ്, ഹീറ്റിങ്, അതിൻ്റെ കൂളിങ്ങിനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഹോണ്ട അന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഹോണ്ട ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹോണ്ടയുടെ എഞ്ചിനാണ് ആ 98cc എയർ കൂൾഡ് എഞ്ചിനാണ്, ബുള്ളറ്റ് പ്രൂഫ് റിഫൈൻഡ് എഞ്ചിനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 7.4 ഹോഴ്സ് പവർ, 8 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പഴയ വീഡിയോസിൽ പഴയ സ്പ്ലെൻഡറിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ എഞ്ചിനാണ്, ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലോങ്ങർ സ്ട്രോക്ക് എഞ്ചിൻ. ഇതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് കുറച്ച് കൂടുതലായതുകൊണ്ട് ആ ടോർക്ക് കുറച്ചുകൂടി നേരത്തെ കിട്ടും. അപ്പോൾ സിറ്റി റൈഡിങ്ങൊക്കെ കുറച്ചും കൂടി ബെറ്റർ ഈ ഷൈൻ 100 ആണ് കേട്ടോ. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 4-speed ഗിയർ ബോക്സ് ആണ്. ഇതിൻ്റെ ഷിഫ്റ്റിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ 1 2 3 4 ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ താഴോട്ട് ബാക്കിയെല്ലാം മുകളിലോട്ട്, ആ സെറ്റപ്പ് പഴയ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഹീൽ ടോ ഷിഫ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കെന്താണ് ഇതിൻ്റെ ഹീൽ ടോ അത്രമാത്രം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഹീൽ ടോ ആയിട്ട് തോന്നുന്നത്. ഞാൻ നോർമൽ ടോ ഷിഫ്റ്ററായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. നമ്മുടെ കാല് വെച്ചിട്ട് അടിക്കൂടി അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ ഡൗൺ ഷിഫ്റ്റ് ഇത് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതിയ കുറേ ഷിഫ്റ്റേഴ്സ് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോ ഷിഫ്റ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ പ്രശ്നം പറ്റുന്നതാണ് നമ്മുടെ ഷൂവിൻ്റെ അവിടെ കുറച്ച് ഡാമേജ് വരും. ആ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഷൂയുടെ ടോപ്പ് പോർഷനിൽ കുറച്ച് കരി അങ്ങനെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ടോ ഷിഫ്റ്ററായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോസ് വെച്ച് പൊക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കിയും താഴ്ത്തിക്കൊണ്ടിരുന്ന ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് കുറച്ച് ഡാമേജ് വരും. അത് വരാണ്ടിരിക്കാൻ വേണ്ടി കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ട് അപ്രൈറ്റ് ചെയ്യുന്ന ഓടിക്കാൻ വേണ്ടി ഈ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് അമ്മാവൻ സെറ്റപ്പാണ്. പക്ഷേ പഴയ CD 100 എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് സൂചിച്ചു. പക്ഷേ ഇതിൻ്റെ പൊസിഷൻ എനിക്കെന്താ, എൻ്റെ കാല് കുറച്ചും കൂടി ഇൻസൈഡ് കൊണ്ടുപോയിട്ട് വേണം അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ. അതെനിക്ക് അത്രമാത്രം കംഫർട്ടബിളായി തോന്നിയില്ല. ഞാൻ മേ ബി കുറച്ചും കൂടി ടോ ഷിഫ്റ്റേഴ്സായിട്ട് യൂസ് ടു ഉണ്ടായേക്കാം, മേ ബി അതുകൊണ്ടായിരിക്കും എനിക്കിത് പെട്ടെന്ന് അത്ര കംഫർട്ടബിളായി തോന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധാരണ ടോ ഷിഫ്റ്ററായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ഒരു എക്സ്ട്രാ ടോ ഷിഫ്റ്റർ മേടിക്കാൻ പറ്റും. മാർക്കറ്റിൽ മിക്ക ഷോപ്പിൽ അവൈലബിൾ, അത് മേടിച്ച് വെക്കാൻ പറ്റും. പിന്നെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫും കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇട്ട് ഗിയറിലിടുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. കൊള്ള സെൻറ്റർ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. കണ്ട ചെയിൻ കവറും ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, അധികം ചെളിയും പൊടിയൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയിന് കൂടുതൽ ലൈഫും കിട്ടാൻ വേണ്ടി ഒരു ചെയിൻ കവറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ കണ്ടില്ലേ MRFിൻ്റെ 3 ഇഞ്ച് കുട്ടി ടയറാണ് ബാക്കും കൊടുത്തത്. പക്ഷേ ട്യൂബ്ലെസ് ആണ്. ബാക്ക് ഷോക്ക് അബ്സോർബറൊക്കെ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഇത് കണ്ട 5 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പില്ലിയൻ ഫുഡ് പേ കണ്ട. പില്ലിയൻ ഫുഡ് പേ കുറച്ച് കയറ്റിയാണ്ട് വെച്ചിരിക്കുന്നത്.
സാധാരണ സ്പ്ലെൻഡറിലൊക്കെ കുറച്ചുകൂടി താഴ്ന്നായിരിക്കും, കുറച്ചുകൂടി കയറ്റിയാണ് വെച്ചിരിക്കുക. അപ്പോൾ പില്ലിയൻ ഇരിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ടെസ്റ്റ് റൈഡ് ചെയ്യാൻ വിത്ത് പില്ലിയൻ ടെസ്റ്റ് റൈഡ് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് വേണം ഈ വണ്ടി എടുക്കാൻ കേട്ടോ. പിന്നെ സീറ്റ് കണ്ട, സീറ്റിൻ്റെ പാഡിങ് നോക്ക്. സീറ്റ് കുറച്ചൊന്ന് ഹാർഡർ സൈഡാണ്, പക്ഷെ നല്ല പാഡിങ് കണ്ടു കൊടുത്തു. അല്ല സീറ്റ് നല്ല പാഡിങ് ഉണ്ട്, പക്ഷെ കുറച്ചൊന്ന് ഹാർഡർ സൈഡ്. കാരണം ഈ പോർഷൻ കണ്ട കുറച്ച് നാരോ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം സീറ്റായിട്ട് കുറയ്ക്കാൻ വേണ്ടി കുറേ കൂടി ഈസി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പിനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ കുറച്ചൊക്കെ ലോങ് ഓടിക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ടാവുമെന്ന് നമുക്കൊന്ന് ഓടിച്ചിട്ട് പറയാം കേട്ടോ. പിന്നെ പില്ലിയൻ സീറ്റ് ഉണ്ട്, പില്ലിയൻ സീറ്റിന് ആവശ്യത്തിനുള്ള പാഡിങ് ഉണ്ട്, പക്ഷെ ഓൺ ദ ഹാർഡർ സൈഡാണ്. കുറച്ചും കൂടി എടുത്ത് പാഡ് ചെയ്തതിന് സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിൽ ടെയിൽ ലൈറ്റ് ആണെങ്കിൽ ആ ബൾബ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്ന, സാധാ ഷൈൻ സെറ്റപ്പാണ് കേട്ടോ. കുറച്ചുകൂടി മോഡേൺ ആക്കാമെന്ന്. പിന്നെ സാരി ഗാർഡ് വിത്ത് ലേഡീസ് ഫുഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ആ എക്സോസ്റ്റ് ഉണ്ടല്ലേ, എക്സോസ്റ്റിൻ്റെ സെറ്റപ്പ് വേണ്ട, കുട്ടി എക്സോസ്റ്റ് ആണ് റൂട്ട് ചെയ്തിരിക്കുന്നത്. വേറെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്പ്ലെൻഡറിനൊക്കെ ബാക്കിലും 130mm ഡ്രമ്മാണ് കൊടുത്തേക്ക്, കുറച്ചൊരു വലിയ ഡ്രം ബ്രേക്സാണ് കൊടുത്തത്. അപ്പോൾ കുറച്ചൊരു ബെറ്റർ ഫീഡ്ബാക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഇത് ABS ഇല്ല, ഫ്രണ്ട് ഡിസ്കും ഇല്ല. അപ്പോൾ ബാക്ക് ബ്രേക്ക് ചെയ്താൽ ഇത് കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം. എന്നാൽ ബാക്ക് ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ട് ബ്രേക്കും അപ്ലൈ ചെയ്യും. ആ സെറ്റപ്പാണ് കൊടുത്തത്. പക്ഷേ ബാക്ക് ബ്രേക്ക് 110mm കൊടുത്തുള്ളൂ. ഈ സ്പ്ലെൻഡറിനൊക്കെ എൻ്റെ ഓർമ്മയിൽ 130 ആണ്. ഫ്രണ്ടും ബാക്കും 130mm കൊടുത്തത്. കുറച്ച് വലിയ ഡ്രമ്മാണ് കൊടുത്തേക്കുക. അതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ബ്രേക്കിംഗ് സ്പ്ലെൻഡർ കിട്ടും. ഇതിൻ്റെ ആകെയുള്ള പ്രശ്നം ആ ബ്രേക്കിങ്ങിൽ, അത് നമുക്ക് ഓടിച്ചിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പറയാം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ചുകൂടി ബെറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. സ്പ്ലെൻഡറൊക്കെ 168mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ. ചിലവരൊക്കെ പറയാണ്ട് സ്പ്ലെൻഡറിൽ ഡബിൾസ് ഇരുന്ന് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, അടി ചിലപ്പോൾ തട്ടാറുണ്ട്. ഡബിൾസ് അല്ല, ചിലപ്പോൾ ട്രിപ്പിൾസൊക്കെ ഇരുന്നിട്ടൊക്കെ ഈ പ്രശ്നം പറ്റുന്ന. പക്ഷേ ഇതിൽ അപ്പോൾ കുറച്ചൊരു ബെറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല കിക്കറും കൊടുത്തിട്ടുണ്ട്, കിക്ക് സ്റ്റാർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ബൈ റൂളിൽ ആഫ്റ്റർ കാറ്റലറ്റിക് കൺവേർട്ടർ, കാരണം ഇത് കാറ്റലറ്റിക് കൺവേർട്ടർ, ഇത് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ സെൻസർ വേണമെന്ന് റിക്വയർമെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് മിക്ക മോട്ടോർ സൈക്കിൾ 2 ഓട്ടോ സെൻസേഴ്സാണ് വരുന്നത്. പക്ഷേ ഇതിന് നോക്ക് ആഫ്റ്റർ കാറ്റലറ്റിക് കൺവേർട്ടർ ആ റൂളിന് വേണ്ടി ഒരു ഓട്ടോ സെൻസർ ഉണ്ട്. പക്ഷേ ബിഫോർ ദ കാറ്റലറ്റിക് കൺവേർട്ടർ ഒരു ഓട്ടോ സെൻസർ ഇല്ല. പണ്ട് മുതൽ അങ്ങനെയായിരുന്നു. എനിക്ക് ഓർമ്മ ഒന്ന് കളക്ട് ചെയ്ത് ഞാൻ ഹോണ്ട എഞ്ചിനീയേഴ്സ് നെക്സ്റ്റ് ടൈം കാണുമ്പോൾ ചോദിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്യൂലിംഗ് ഒക്കെ എങ്ങനെ, എക്സോസ്റ്റ് ഗ്യാസ് ഈ ഓക്സിജൻ ലെവൽ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഒറ്റ ഈ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒറ്റ ഒരു ഓട്ടോ സെൻസർ വെച്ചിട്ടാണ് ഈ ഫുൾ കാലിബ്രേഷൻ ചെയ്യുന്നത്. നോക്കാം, ഒന്ന് ഞാൻ ചോദിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഡിസ്പ്ലേ ഉണ്ടാവും. ഇത് കാണുമ്പോൾ വലിയ സെറ്റപ്പിലൊന്നും നിൽക്കും, പക്ഷേ ഇത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു LCD ഡിസ്പ്ലേ ആണ്. ന്യൂട്രൽ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ അല്ല, പക്ഷേ ന്യൂട്രൽ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ട്രിപ്പ് A ട്രിപ്പ് B കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവറേജ് ഫ്യൂൽ എക്കോണമി ആ സാധനം കാണിക്കില്ല. ആവറേജ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും ഞാൻ സിറ്റി ട്രാഫിക്കിൽ അക്രമമൊക്കെ കാണിച്ചിട്ട് 60 കിട്ടുന്നുണ്ട്. ടോട്ടലാണ് കേട്ടോ. റേഞ്ച് കണ്ട 50 രൂപ അടിച്ചിട്ട് ഓടിക്കുക. ഇനി 97 കിലോമീറ്റേഴ്സ്. കുറച്ച് പെട്രോൾ നേരത്തെ ഇതിലുണ്ടായത്, അതുകൊണ്ടാണ് 97 കാണിക്കുന്നത്. പിന്നെ സ്വിച്ച് ഗിയേഴ്സ് കണ്ടില്ലേ, സാധാ സ്വിച്ച് ഗിയേഴ്സ്, അത്രമാത്രം സെറ്റപ്പ് ഹൈ ക്വാളിറ്റി ഒന്നുമില്ല. പിന്നെ എൻ്റെ സ്റ്റാർട്ടർ സ്വിച്ച് കണ്ട, അത് കുറച്ച് ബെറ്റർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കൊടുക്കാമായിരുന്നു കേട്ടോ. കണ്ടില്ലേ, 1 ടച്ച് സ്റ്റാർട്ടൊന്നുമില്ല. പിന്നെ വന്നിരിക്കുന്ന ചേഞ്ച് ഈ ടാങ്കിലാണ്. 10 ലിറ്റേഴ്സിൻ്റെ ഫ്യൂൾ ടാങ്ക് കൊടുത്തത്. മെറ്റൽ ടാങ്കാണ്. നല്ല അടിപൊളി ടാങ്ക് റേഞ്ച് ആണ് കിട്ടുന്നത്. ഏകദേശം 700 to 800 കിലോമീറ്റേഴ്സ് റേഞ്ച് കിട്ടും കേട്ടോ. കണ്ടാ പുഷ് പുൾ ത്രോട്ടിൽസാണ് കൊടുത്തേക്ക്. 2 കേബിൾ കൊടുത്തിട്ടുണ്ടല്ലേ. ഇതിൻ്റെ ഡുവൽ ത്രോട്ടിൽ കേബിൾസ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷേ പുഷ് പുൾ ത്രോട്ടിൽസാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ടോ, ഇത് കണ്ടില്ലേ, ഒരു ത്രോട്ടിൽ അത് ഓപ്പൺ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ജാം ആയി കഴിഞ്ഞാൽ നമുക്ക് മാനുവലി അത് ഷട്ട് ചെയ്യാൻ പറ്റുന്നു. അതിനാ 2 കേബിൾസ്, പുഷ് പുൾ ത്രോട്ടിൽ കേബിൾസ് എന്നാണ് പറയുന്നത്. ഒരു സേഫ്റ്റി ഫീച്ചറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മിക്ക ജാപ്പനീസ് മോട്ടോർ സൈക്കിൾസൊക്കെ ഇതാ സെറ്റപ്പിലൊക്കെ പോകുന്ന ഈ യൂറോപ്യൻ അങ്ങനത്തെ കുറച്ച് മാനുഫാക്ചേഴ്സാണ് ഈ സിംഗിൾ ത്രോട്ടിൽ കേബിൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. കണ്ട, ഇൻ കേസ് ഇങ്ങനെ ജാമായി നിൽക്കുവാണെങ്കിൽ നമുക്ക് ഇതേ ത്രോട്ടിലൊന്ന് ഫ്രണ്ടിലോട്ടാക്കിയാൽ എന്താവും, കണ്ട അത് ക്ലോസ് ചെയ്യാൻ പറ്റും. സെറ്റപ്പേ എക്സോസ്റ്റോടും കൂടി കേൾപ്പിച്ചു തരാം. ഒരു വഴിക്ക് പോകണല്ലേ. എന്ത് സ്മൂത്ത് എൻജിൻ, വലിയ ഹെഡ് നോയ്സ് ഒന്നുമില്ല. ബേസിക് എഞ്ചിനല്ല, 98cc എയർ കൂൾഡ് എഞ്ചിനാണ്. ആകെ 7.4 ഹോഴ്സ് പവർ, 8 Nm ഓഫ് ഡീസൻറ്റ് ടോർക്കാണ് ഉണ്ടാക്കുന്നത്. എക്സോസിനോട് ക്രോം ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മിസ്സിങ് കാണാം. അത്ര വലിയ എക്സോസ്റ്റ് കിട്ടുന്നില്ല. ഒരു നോർമൽ കമ്പ്യൂട്ടർ എങ്ങനെയാണോ ആ സെറ്റപ്പാട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ, E20 കംപ്ലയൻറ്റും കൂടിയാണ് കേട്ടോ. കൊള്ളാല്ലേ. ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്, ഷുഡ് യു ബൈ ഇറ്റ്? ഇത് എടുക്കണോ സ്പ്ലെൻഡർ മേടിക്കും, ഏതെടുക്കണം? നമുക്കൊന്ന് ഓടിച്ചിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. 50 അടിച്ചാൽ തന്നെ ലോകം ചുറ്റാം. ഇത് ഊരിയെടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്. കണ്ടേ, ഇത് ഊരിയെടുത്ത് കൈ പിടിക്കാം, കുറച്ച് ടാസ്ക്കാണ്. ഒരു ഹിഞ്ച് കൊടുക്കുക. ഇത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഇതൊക്കെയാണ്.
ഡീസൻ്റ് ആക്സലേഷൻ ഉണ്ട് കേട്ടോ. എന്നോട് അന്ന് ഹോണ്ട പറഞ്ഞ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 to 44 സെക്കൻഡ്സ്, 0 to 68 സെക്കൻഡ്സും കേട്ടോ. റെസ്പെക്റ്റബിളാണ്. ഷോ ന്യൂട്രൽ ഫുൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണ ഓർമ്മയാണ്. ഓ ആ ഫസ്റ്റ് ഭയങ്കര ഷോർട്ടാണ് കേട്ടോ. ഡീസൻ്റ്ലി സ്റ്റേബിളാണ്. ഒരു ചെറിയ ലെഫ്റ്റ് സൈഡ് പുള്ളുണ്ട്, പക്ഷെ സ്റ്റേബിളാണ് കേട്ടോ. പുതിയ ചില മോഡൽ സ്പ്ലെൻഡേഴ്സിനൊക്കെ ഒരു വോബിളിംഗ് ഉണ്ട് കുറച്ചുകൂടി ഹൈയർ സ്പീഡിൽ. 4th ഗിയറിൽ ഇടയ്ക്ക് ഒരു 5th ഗിയർ ഇടാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നത് ഹൈവേസ്. പക്ഷേ ഈവൻ ഓൺ ദ ഹൈവേസ് കുഴപ്പമില്ല കേട്ടോ. ഈ 60 ഓടിക്കുവാണെങ്കിൽ അധികം വൈബ്രേഷൻ ഒന്നുമില്ല. 60 to 70 അതിൻ്റെ ഒരു സ്പോട്ട് കേട്ടോ ടൂറിങ്ങിനുള്ള. എനിത്തിങ് മോർ ദാൻ ദാറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്ട്രെയിൻ ഓൺ ദ എഞ്ചിൻ ഫീൽ ചെയ്യും. അതിലോടിച്ച് യാതൊരു സീനുമില്ല. പിന്നെ നമ്മുടെ റോഡിൻ്റെ കണ്ടീഷനും ബ്ലോക്കൊക്കെ വെച്ച് നോക്കിയിട്ട് ഈ 60-ലല്ലേ ഇപ്പോൾ സ്പീഡ് ലിമിറ്റ് 60 സ്പീഡ് ലിമിറ്റിലൊക്കെ ഓടിച്ച് നടക്കാൻ, കുറച്ച് പയ്യൊക്കെ ഓടിക്കാൻ, കമ്മ്യൂട്ടിങ് പോയിന്റ് A to പോയിന്റ് B പോകാനുള്ള വണ്ടിയാണെങ്കിൽ ഇത് സെറ്റപ്പാ, കൊള്ളാം. 4th ഗിയർ കുറച്ച് ടോളർ സൈഡ് കൊടുത്തുകൊണ്ട് നമുക്ക് ഹൈവേസ് ഓടിക്കാം. കൊള്ളാം, നല്ല എഞ്ചിനീയറിംഗ് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ 3 ഗിയർ ഞാൻ ഓടിച്ചപ്പോൾ വിചാരിച്ചു ഇത് പണിയാണല്ലോ, ഇത് ഹൈവേ ഒക്കെ ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് ഓടിച്ചപ്പോൾ മനസ്സിലായി കുഴപ്പമില്ല. പക്ഷെ ഹൈവേ സ്പീഡ്സ് എത്തുമ്പോഴേക്കും ബ്രേക്കിംഗ് അത്ര സെറ്റപ്പല്ല. പിന്നെ ഈ പച്ചയിൽ ഓടിച്ചാൽ ആ കൺസിസ്റ്റൻറ്റ് ത്രോട്ടിലായിട്ട് ഓടിച്ചാൽ നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും. നമ്മൾ 50 രൂപ അടിച്ചിരിക്കുവാണ്ട് 50 രൂപ അടിച്ചിട്ട് എറണാകുളം കറങ്ങാൻ പോവുക ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ളത് ഇങ്ങനത്തെ മോട്ടോർ സൈക്കിൾസ്, ഈ കമ്മ്യൂട്ടർ മോട്ടോർ സൈക്കിൾസിൽ ഹൈവേ സ്പീഡ്സിൽ ഓടിക്കുമ്പോൾ എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം മിക്ക സ്പോർട്ട് മോട്ടോർ സൈക്കിൾസ് പോലെ അല്ലെങ്കിൽ കുറച്ചുകൂടി ബിഗർ CC മോട്ടോർ സൈക്കിൾ അത്ര നല്ല ഡിസ്ക് ബ്രേക്കിംഗ് ഒന്നുമില്ല. ഈ സ്പ്ലെൻഡറിൻ്റെ ഡിസ്ക് ബ്രേക്ക് മോഡലാണ്, അത് കുറച്ചുകൂടി നല്ല ബ്രേക്കിംഗ് ആണ് കേട്ടോ. പക്ഷെ അതിന് കോസ്റ്റും കൂടുതലാണ്. പക്ഷേ ഒരു സേഫ് ഡിസ്റ്റൻസ് നമ്മളൊരു കൺട്രോളിലൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നിർത്താൻ പറ്റും. ആ സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. കണ്ടോ ത്രോട്ടിൽ ഞാൻ അപ്പോൾ തന്നെ റിലീസ് ചെയ്ത് ആ ഗ്യാപ്പ് വന്നപ്പോൾ തന്നെ, എന്നിട്ട് ആ സേഫ് ഡിസ്റ്റൻസ് ഗ്യാപ്പ് എപ്പോഴും കീപ്പ് ചെയ്താലേ വണ്ടി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ കുറച്ചൊക്കെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പിടിച്ച് നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി നിൽക്കില്ല. ABS ഇല്ലാതെ പെട്ടെന്ന് വീൽ ലോക്ക് ചെയ്യും, എന്നിട്ട് സ്ലൈഡ് ചെയ്ത് പോയി ഇടിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ വണ്ടികൾ ഓടിക്കുമ്പോഴാണ് എപ്പോഴും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ സേഫ് ഡിസ്റ്റൻസ് നമ്മൾ മനസ്സിൽ വെക്കണം. ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ത്രോട്ട് ക്ലോസ് ചെയ്ത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്തു. ചാട്ടം ഉണ്ട് കേട്ടോ വണ്ടിക്ക്. യൂട്ടേണൊക്കെ എടുക്കാം, പുഷ്പം പോലെ എടുക്കാം. ഓ എന്ത് രസമാണ്. ഈ ബിഗർ മോട്ടോർ സൈക്കിൾസ് ഓടിക്കുമ്പോൾ ഈ എക്സ്പെഷ്യലി സൂപ്പർ സ്പോർട്സ് ഒക്കെ ഓടിച്ച് കഴിഞ്ഞിട്ട് യൂട്ടേൺ എടുക്കുമ്പോഴൊന്നും നമുക്ക് അധികം അങ്ങനെ എന്താ പറയുക വേറ്റ് ഫീൽ ചെയ്യും. സ്ലോ സ്പേസ് വണ്ടി അങ്ങനെ ടേൺ ചെയ്യാൻ വണ്ടിക്ക് വലിയ താല്പര്യമില്ല. കുറച്ചൊന്ന് യൂസ് ടു ആയി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒന്ന് ഇനീഷ്യലി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. ഞാൻ സ്ഥിരം ഓടിക്കുന്നത്, പക്ഷെ എന്നാലും ഇങ്ങനെ ഹെവി ട്രാഫിക്കൊക്കെ വരുമ്പോഴും ആ യൂട്ടേണൊക്കെ എടുക്കാൻ വരുമ്പോഴും ഞാൻ ഒന്ന് കുറച്ചൊന്ന് കോൺഷ്യസ് ആവും. എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇപ്പോൾ ഒന്ന് പെട്ടെന്ന് ഫ്രണ്ട് ബ്രേക്ക് കയറി പിടിച്ചാൽ പെട്ടെന്ന് വണ്ടി അവിടെ കുത്തി ഇടിച്ച് വീഴും. സീറ്റായിട്ടും കൂടുതലാണ്, വെയിറ്റും കൂടുതലാണ്, അങ്ങനെ പണി കിട്ടും. പക്ഷേ ഈ വണ്ടി ഓ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ നാടിന് ശരിക്കും പറ്റിയ വണ്ടി ഇതാണ്. ശാന്തി സമാധാനത്തിൽ ഓടിച്ചടക്കാം, ഒരു ടാസ്കും ഇല്ല. ഉള്ള ഗിയറിൽ തന്നെ 3rd ഉം 4th മാത്രം ഇട്ട് ഓടിച്ചടക്കാം. അധികം ക്ലച്ചും പിടിക്കുക. ക്ലച്ചാണെങ്കിൽ പഴം പോലത്തെ ക്ലച്ചുമാണ്. അതുകൊണ്ട് സെറ്റപ്പാണ്. പിന്നെ ഫ്യൂൽ എക്കോണമി 80 ഫ്യൂൽ എക്കോണമി കിട്ടും. 10 ലിറ്റർ ടാങ്ക്, 800 കിലോമീറ്റർ റേഞ്ച്. ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർ പോയി തിരിച്ചു വരാം. ബാംഗ്ലൂർ പോയി തിരിച്ചു വരാൻ പറ്റില്ല, എന്നാൽ ഇടയ്ക്കൊന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ പോയി തിരിച്ചു വരാം. കുറേ കാലം കണ്ടാട്ടോ കമ്പ്യൂട്ടർ ഓടിക്കുന്നത്. ശരിക്കും ഇഷ്ടപ്പെട്ടോ ഇത്. കമ്പ്യൂട്ടർ എന്തെങ്കിലും എടുത്താലേ, കമ്പ്യൂട്ടർ എടുത്തൊന്ന് പണിയണം. പണിത് കുറച്ച് ബെറ്റർ ബ്രേക്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ട്യൂണൊക്കെ ചെയ്ത് സസ്പെൻഷനൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ സെറ്റപ്പാക്കാൻ പറ്റും കേട്ടോ. മോഡിങ് പൊട്ടൻഷ്യൽ ഉള്ള വണ്ടിയാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് എന്നാൽ റൈറ്റിലോട്ടാണോ പോകുന്നത്, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലോട്ടാണോ പോകുന്നത്, ഓട്ടോ ആണ് ലെഫ്റ്റ്, അതാണ് അതാണ് കേട്ടോ കറക്റ്റ്. എങ്ങനെ ഇരിക്കുന്നത്. സോ നമ്മൾ എക്സ്റ്റെൻസിൽ ടെസ്റ്റ് ചെയ്തൊരു വണ്ടിയാണ് ദ ഹോണ്ട ഷൈൻ 100 DX. ഒരു പ്രീമിയം വേർഷൻ ഓഫ് ദ ഷൈൻ DX ആണ്. പഴയ ഷൈൻ 100നെക്കാട്ടി ഏകദേശം 6000 റുപ്പീസ് മോർ എക്സ്പെൻസീവ് ആണ്. പക്ഷേ സ്പ്ലെൻഡറിനെക്കാട്ടി കുറച്ചൊരു അഫോർഡബിൾ ആയിട്ടാണ് ഈ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ഏകദേശം കൊച്ചി വരെ 70,000 റുപ്പീസ്. ഫോർ ദാറ്റ് പ്രൈസ് ഇറ്റ്സ് എ പ്രെറ്റി ഗുഡ് ഡീൽ.
ഈ സ്പ്ലെൻഡറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ എഞ്ചിനാണ്. ആ ഹൊറിസോണ്ടൽ എഞ്ചിൻ ആയതുകൊണ്ട് ആ ലോവർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയതുകൊണ്ട് ലോ സ്പീഡിൽ ഹാൻഡ്ലിംഗ് നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. കുറച്ചൊരു ഇടയിൽ കൂടി കൊണ്ടുപോകാനായിട്ട് കുറച്ചൊരു ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഹോണ്ട ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് കുറച്ചു. സ്പ്ലെൻഡറിനെക്കാട്ടി ഏകദേശം 9 kilos ലൈറ്റർ, 103 kgs വരുന്നത്. അതുകൊണ്ട് വളരെ എഫേർട്ട്ലെസ്. ആ ഷോർട്ട് വീൽ ബേസും കുട്ടി ടയേഴ്സും എല്ലാം കൂടി റിലേറ്റ് ചെയ്ത് വരുന്നത് ഭയങ്കര ഫാസ്റ്റ് ഹാൻഡ്ലിംഗ് ആയിട്ട് സിറ്റിയുടെ ഇടയിൽ കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി മോട്ടോർ സൈക്കിൾ. പക്ഷേ എൻ്റെ എഞ്ചിൻ നോക്കി എങ്ങനെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, ഒരു വേർട്ടിക്കൽ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ബെറ്റർ കൂളിംഗ്, ബെറ്റർ എഫിഷ്യൻസിക്ക് വേണ്ടി ഇത്തരം സെറ്റപ്പ് കൊടുത്തിരിക്കുക. ബെറ്റർ ഹീറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി അതുകൊണ്ട് എഞ്ചിന് കൂടുതൽ ലൈഫ് കിട്ടുന്ന ലെസർ മെയിൻ്റെനൻസ് ഓൺ ദ എഞ്ചിനാണ് കേട്ടോ. എന്താണ് ഹോണ്ടയുടെ എഞ്ചിനീയേഴ്സിനോട് പറഞ്ഞ ലോഞ്ച് ഇവൻറ്റിൽ പോയി ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഫ്രം എ ഹൊറിസോണ്ടൽ എഞ്ചിൻ നിന്ന് വേർട്ടിക്കൽ എഞ്ചിൻ. അതിൻ്റെ റീസൺ അവർ പറഞ്ഞത് മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാൻ വേണ്ടി ബെറ്റർ ഹീറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി ബെറ്റർ കൂളിംഗ് കിട്ടാൻ വേണ്ടി ഇത്തരം സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമേ ഇത് കുറച്ചൊരു ലോങ്ങർ സ്ട്രോക്ക് എഞ്ചിനാണ് കേട്ടോ. കാരണം മെജോറിറ്റി ഓഫ് ദ ഇന്ത്യൻ കമ്മ്യൂട്ടേഴ്സ് എവിടെ ഓടിക്കുന്നു, ഇൻ ദ ട്രാഫിക്, ഇൻ ദ സിറ്റി. ആ ടോർക്ക് 8.5 Nm അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഏർലിയർ ആയിട്ട് ഒരു 1000 RPM ഏർലിയർ ദാൻ ദ സ്പ്ലെൻഡറാണ് കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് അറ്റ് ഹയർ ഗിയേഴ്സ് കുറച്ചുകൂടി 4th 3rd ഇട്ടിട്ടാണെങ്കിൽ വലിയ ഗിയേഴ്സിൽ ഇട്ടിട്ടാണെങ്കിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന വണ്ടി ദ ഷൈൻ 100 DX ആണ്. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. മാത്രമല്ല അവർക്ക് മനസ്സിലായി കുറച്ചൊക്കെ ഹൈവേയിൽ ഓടിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് 4th ഗിയർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഓവർ ഡ്രൈവ് ഗിയർ പോലത്തെ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും ടോൾ ഗിയറാണ് കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 60 പോയിട്ട് 60-65 എഫേർട്ട്ലെസ്ലി ഹൈവേയിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും വൈൽ ഗെറ്റിംഗ് ഗുഡ് ഫീൽ ഒക്കെ. ആ 4th ഗിയർ ഇട്ടിട്ട് നിങ്ങൾ 40-50 ഓടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 80-85 km/l കിട്ടും ഹൈവേസിൽ കേട്ടോ. സിറ്റിയിൽ ഓടിക്കുമ്പോൾ ഏകദേശം ഒരു 65-70 km/l ഫ്യൂൽ എക്കോണമി കിട്ടും. നമ്മൾ ഇത്ര അക്രമം കാണിച്ചിട്ട് ഇതിൽ വരെയും കാണിക്കുന്നുണ്ട് 60-65 km/l ആണ് കാണിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നത് സെറ്റ്. ഇപ്പോൾ പെട്രോൾ വിലയൊക്കെ കയറിയിരിക്കുന്ന സമയം ആ പ്രൈസ് പോയിന്റിൽ ദ ഷൈൻ 100 DX ഇസ് എ പെർഫെക്റ്റ് കമ്മ്യൂട്ടർ. നിങ്ങൾക്ക് point A to point B റിലയബിൾ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ പുതിയ ഇറങ്ങിയ സ്പ്ലെൻഡറിനാണ് കുറച്ച് ഇലക്ട്രോണിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത്ര ഇറ്റ്സ് നോട്ട് ദ മോസ്റ്റ് റിലയബിൾ. പക്ഷേ ഇതിനുള്ള ബാഡ്ജ് നോക്ക്, ഹോണ്ട ബാഡ്ജിങ് കൊടുത്ത ദ സൈൻ ഓഫ് റിലയബിലിറ്റിയാണ് കൊടുത്തിരിക്കുന്ന. തലവേദന ഇല്ലാണ്ട് point A to point B വർഷങ്ങളോളം പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വൈൽ ബീങ് എക്സ്ട്രീംലി ഫ്യൂൽ എഫിഷ്യൻറ്റ്, അങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ലെസ് ഓൺ മെയിൻ്റെനൻസ് പ്ലാൻ ഉണ്ടെങ്കിൽ ദ ഷൈൻ 100 DX ഒരു സെറ്റപ്പ് വണ്ടിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് സാർ? സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.